ഹായ്, സോ നമുക്ക് ഫസ്റ്റ് മുതലുള്ള പാർട്ട് ബി എന്ന് ചോദിച്ചിട്ടുള്ള ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ 11A-യും 11B-യും. അപ്പോൾ 11A-യിൽ ചോദിച്ചിട്ടുള്ളത് വാട്ടർഫാൾ മോഡൽ, അതായത് അതിൽ വരുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ് വിത്ത് ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് അതിൻ്റെ സ്റ്റെപ്സ്. ഇതാണ് ഒരു വാട്ടർഫാൾ ഡെവലപ്മെന്റ് മോഡൽ വരുന്ന കുറച്ച് സ്റ്റെപ്സ്. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് കസ്റ്റമർ റിക്വസ്റ്റ്. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ഡെവലപ്പറാണ് അല്ലെങ്കിൽ ഞാനൊരു പ്രോഗ്രാമർ ആണെങ്കിൽ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് അയാൾക്ക് ഇന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം. സോ അയാളുടെ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും എന്നോട് പറയാം. ആ യൂസർ, അത് കസ്റ്റമർ അല്ലെങ്കിൽ ആ യൂസർ റിക്വയർമെൻറ്റ്സ്, അതാണ് യൂസർ റിക്വയർമെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫേസ് എന്താ? അനാലിസിസ് ഫേസ്. അതിപ്പോൾ ഡെവലപ്പറായി എന്നോട് പറഞ്ഞു, ഒരു കസ്റ്റമർ വന്നിട്ട് അയാൾക്ക് ആപ്പ് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഒരു മെഷീനിലേക്ക് ഒരു AI ബേസ്ഡ് ഒരു ക്യാം ഡെവലപ്പ് ചെയ്യണം. സോ ഞാൻ നോക്കും, ഞാൻ അനാലിസിസ് നടത്തും, ഇത് ടെക്നിക്കലി ഫീസിബിൾ ആണോ, ഇപ്പോൾ ഉള്ള ടൂൾസ് വെച്ചിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമോ, പിന്നെ കോസ്റ്റ്, ഇയാൾ പറഞ്ഞ ബഡ്ജറ്റിൽ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു അനാലിസിസ്, ഒരു സ്റ്റഡി നടത്തും. അതാണ് ഈ അനാലിസിസ് ഫേസ് എന്ന് പറയുന്നത്. ഡിസൈൻ ഫേസിൽ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഈ പ്രൊജക്റ്റിൻ്റെ എന്ത് ചെയ്യും, ഡയഗ്രാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരു പ്ലാൻ, അതൊക്കെ ഉണ്ടാക്കുന്ന ഫേസാണ് ഈ ഡിസൈൻ ഫേസ് എന്ന് പറയുന്നത്. അടുത്ത ഫേസ് എന്താ? ഇംപ്ലിമെന്റേഷൻ. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിന് നമ്മൾ കോഡിങ് ഫേസ് എന്ന് പറയും, ഇംപ്ലിമെന്റേഷൻ ഫേസ്. അടുത്ത ഫേസ് എന്താ? ഇന്റഗ്രേഷൻ ഫേസ്. ഇന്റഗ്രേഷൻ ഫേസിൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ സപ്പോസ് എൻ്റെ ഒരു പ്രൊജക്ട് വലിയ പ്രൊജക്റ്റാണ്, എനിക്ക് തനിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ടീമിലുള്ള ബാക്കി ഒരു 3 പേര് കൂടി അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും, ഓരോ ടാസ്ക് ആയിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഇവരുടെ എല്ലാവരുടെ ടാസ്കും എൻ്റെ ടാസ്കും കൂടി ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ ആയിട്ട് മാറ്റുന്നു. അതിനാണ് എന്ത് പറയുക? ഇൻ്റഗ്രേഷൻ എന്ന് പറയുക. പിന്നെയുള്ള എന്താ? മെയിൻ്റെനൻസ് ഫേസ്. അതായത് ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി, ഞാൻ എന്ത് ചെയ്തു? ഡിപ്ലോയ് ചെയ്തു, ആ കസ്റ്റമറിന് കൊടുത്തപ്പോൾ അതിന് നമ്മൾ ചുമ്മാ അവിടെ ഇടാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കസ്റ്റമർ അയാൾക്ക് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് ബഗ് ഉണ്ട്, അപ്പോൾ ബഗ് ഫിക്സ് ചെയ്യണം. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കസ്റ്റമറിന് ചെയ്തു കൊടുക്കണം. അതാണ് ഈ ഒരു മെയിൻ്റെനൻസ് ഫേസിൽ പറയുന്ന കാര്യം. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഫിഗറും വരക്കും. ഓക്കെ, ലൈക്ക് ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇതിനെ ഡെപിക്റ്റ് ചെയ്യുന്നത്, അല്ലെ വരക്കുന്നത്. അതായത് ലൈക്ക് ഒരു വാട്ടർഫാൾ രീതിയിൽ ഡൗൺ ഫ്ലോ ആയിട്ടുള്ള. സോ അതാണ്, അതുകൊണ്ട് ഇതിനെ വാട്ടർഫാൾ മോഡൽ എന്ന് പറയുന്നത്. അടുത്തത് ഒരു പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമ്മൾ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു പൈത്തൺ പ്രോഗ്രാം ചെയ്യണം. അതായത് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇപ്പം 100നും 1000നും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ഇല്ല, അതിൽ ആ നമ്പേഴ്സിൽ ഇപ്പം 9 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യണം. ഈ ഇപ്പം സപ്പോസ് 100 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, 100 പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? 100ന്റെ സം എത്ര? 1 + 0 + 0 എത്ര? 1 ആണ്. അത് ഡിവിസിബിൾ ബൈ 9 ആണോ? അല്ല. 103 എടുക്കാം. 103 അത് ഡിവിസിബിൾ ബൈ 9 ആണോ? 1 + 0 + 3 4 ആണ്. ഡിവിസിബിൾ ബൈ 9 അല്ല, അപ്പോൾ അത് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പക്ഷെ 108 ആയിരുന്നു എങ്കിൽ എന്തോ പ്രിന്റ് ചെയ്യണ്ടേ? കാരണം എന്താ? 108, അത് 1 + 0 + 8 എത്രയാ? 9 ആണ്. 9 എന്താണ്? ഡിവിസിബിൾ ബൈ 9 ആണ്, അല്ലേ? അപ്പോൾ അത് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ 108 വേണ്ടി വരും, 117 വേണ്ടി വരും. പിന്നെ ലൈക്ക് ആ 99 പിന്നെ 9 വെച്ച് ആഡ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് പ്രിന്റ് ചെയ്യേണ്ടി വരുവാണ്. സോ ഇതിൻ്റെ ഒരു പ്രോഗ്രാം നോക്കാം. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ പ്രോഗ്രാം. സോ ഇതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? അത് 100നും 1000നും ഇടയിലുള്ള നമ്പേഴ്സാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എന്തുകൊണ്ട് 1000 കൊടുക്കാൻ? ഞാനിപ്പോൾ ഇവിടെ 1000 കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ ഫോർ ലൂപ്പ് 1000 - 1 വരെ റൺ ആവും. അതായത് 999 അത്ര വരെ റൺ ആവും, 1000 റൺ ആവില്ല. അപ്പം എനിക്ക് 1000 വരെ എന്നോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ആ റേഞ്ച് 100 തൊട്ട് 1000ത്തിന് ഇടയിലായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്ത് കൊടുത്തിട്ടുള്ളത്? 1000 + 1, അതായത് 1001 കൊടുത്തിട്ടുള്ളത്. അപ്പം എൻ്റെ ലൂപ്പ്, അതായത് എൻ്റെ ഫോർ ലൂപ്പ് 100ന് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, 100ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് അതായത് ഇവിടെ കൊടുത്ത ഹയർ ലിമിറ്റ് -1 വരെ, അതായത് 1000 വരെ എന്ത് ചെയ്യും? റൺ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ലൈക്ക് ഒരു സം, അതായത് എൻ്റെ ഇപ്പം ഞാനിപ്പം കൊടുക്കുന്ന നമ്പർ ഇപ്പം സപ്പോസ് ഒരു 1 2 3 ആണെങ്കിൽ അതിൻ്റെ സം എത്രയായിരിക്കും? 1 + 2 + 3. ഇങ്ങനെ സമ്മ് സ്റ്റോർ ചെയ്യേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ട്, അതാണ് സമ്മ്. പിന്നെ ടെമ്പ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു ടെമ്പററി വേരിയബിൾ. ആ ടെമ്പററി വേരിയബിളിൽ ഇപ്പോൾ ഉള്ള നം എന്ന് പറയുമ്പോൾ എന്ന് വരുമോ? ആദ്യം എന്ത് വരും? ഫോർ നം ഇൻ റേഞ്ച് ഓഫ് 100, 1001 എന്ന് പറയുമ്പോൾ ആദ്യം ഈ 100 നമ്മിൽ വരും. എന്നിട്ട് ഈ പ്രോസസ്സിംഗ് ഒക്കെ നടത്തും. അതിനുശേഷം എന്ത് ചെയ്യും? നം എന്ത് ചെയ്യും? ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ എന്താവും? 101 ആവും. അപ്പം ഫോർ 101 ആവും. അപ്പം എന്ത് ചെയ്യും? 101ൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ചെക്കിംഗ് ഒക്കെ നടത്തും.
അങ്ങനെ ഇത് ചെക്കിങ് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ അത് വീണ്ടും എന്താവും ഇൻക്രിമെൻ്റ് ആവും. അങ്ങനെ എത്ര വരെ പോകും? 1001 വരെ പോകും. ഓക്കെ. സോ ആ ഓരോ പ്രാവശ്യം നമ്മിനെ കിട്ടുമ്പോൾ നമ്മൾ തൽക്കാലം അതൊരു ടെമ്പററി വേരിയബിളിലേക്ക് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. അതിനായി ടെമ്പ് യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ ഞാൻ ഇതിൻ്റെ വർക്കിംഗ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഓക്കെ, ഈ ഒരു വൈൽ ലൂപ്പിൻ്റെ. അതായത് സപ്പോസ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയ നമ്പർ, അതിപ്പോൾ എൻ്റെ ലൂപ്പിൽ നിന്ന് ഞാനിപ്പോൾ ഏതെങ്കിലും പറയാനും, അതായത് 100 തൊട്ട് ആയിട്ടുള്ള ഏത് നമ്പർ വേണമെങ്കിൽ എടുത്ത് ചെക്ക് ചെയ്യും. ഓക്കെ, ഇത് ഓർഡർ ചെയ്യാം. ആദ്യം 100, പിന്നെ 101, 102, 103, 104, അങ്ങനെ ഓർഡർ എടുത്തു പോകുമ്പോൾ സപ്പോസ് ഇപ്പോൾ ഇപ്പോൾ ഉള്ള നമ്പർ ഒരു 108 ആണെന്ന് വിചാരിക്കുക. 108 വേണ്ട, 117 എടുക്കാം. ഓക്കെ, സപ്പോസ് ഇപ്പോൾ ഉള്ള നമ്പർ 117 ആയിരുന്നു എങ്കിൽ അത് ചെക്ക് ചെയ്യും. വൈൽ 117 ഗ്രേറ്റർ ദാൻ 0 ആണോ? ഓക്കെ, ഇപ്പം നമ്മിലുള്ള വാല്യൂ 117 ആണ്. അത് ഞാൻ ടെമ്പിലേക്ക് കോപ്പി ചെയ്തു. ടെമ്പ് ഗ്രേറ്റർ ദാൻ 0 ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 117 ഗ്രേറ്റർ ദാൻ 0 ആണോ? ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇവിടെ വരും, അത് ന്യൂ വരും. ഇവിടെ വന്നിട്ട് ഇവിടെ ന്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വേരിയബിൾ ആണ്. ഓക്കെ, അത് ഒരു ജസ്റ്റ് ഒരു വേരിയബിളാണ്. അത് എന്തിനാ വെച്ചാൽ ഇപ്പം ഞാൻ ഈ ടെമ്പിന്, അതായത് ഇപ്പോൾ എൻ്റെ ടെമ്പിലെ വാല്യൂ ഉണ്ടല്ലോ, എത്രയാ? 117. ഇതിനെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിമൈൻഡർ ഉണ്ടല്ലോ, അതാണ് അത് നമ്മൾ മോഡുലസ് എടുക്കുമ്പോൾ എന്താ കിട്ടുക? നമുക്ക് റിമൈൻഡർ കിട്ടും. അതായത് 117 10 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 7 ആയിരിക്കും. ആ 7 ആയിരിക്കും നമ്മുടെ ഈ ഒരു ന്യൂ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എടുത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ആ കിട്ടുന്ന റിമൈൻഡറിനെ ഞാൻ 7ലേക്ക് എടുത്തു വെച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? സം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് അതിനെ ആഡ് ചെയ്തു. അപ്പോൾ സം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? സം ഈക്വൽ ടു ഇപ്പോൾ സമ്മിൽ നിലവിൽ 0 കണ്ടോ? ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്തത് എത്ര? 0. അപ്പോൾ 0 പ്ലസ് ഇപ്പോൾ ഉള്ള ഈ ന്യൂവിലെ വാല്യൂ എത്ര? 7. അപ്പോൾ ഇപ്പോൾ സമ്മിലുള്ള വാല്യൂ 7 ആണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അതായത് ഞാൻ ബേസിക്കലി ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് അത് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പം ഈ 170 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ഇതിൽ നമ്മൾ ഓരോന്നിനും എന്ത് ചെയ്യും? ഇതിൽ ആദ്യം ഞാൻ 7നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 7നെ ഞാൻ സമ്മിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? 1നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. 1നെ സമ്മിലേക്ക് ആഡ് ചെയ്യും. അപ്പം ഓൾറെഡി ഞാൻ അതിൽ ആഡ് ചെയ്ത 7 ഉണ്ടാവും. അപ്പോൾ എന്താവും? 7 + 1, അപ്പോൾ 8 ആണ് ഇപ്പം നിലവിലുള്ള സം. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ 1നെയും കൂടി ഇതിൻ്റെ അകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ട് അതിന് ഞാൻ എന്ത് ചെയ്യും? ആ സമ്മിലേക്ക് ആഡ് ചെയ്യും. അപ്പം ഇപ്പം സമ്മിലുള്ള വാല്യൂ എത്ര? 7 + 1 8 ആണ്. അപ്പോൾ 8നോട് 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായി? 9 ആയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ആ കിട്ടിയ സമ്മിനെ 9 കൊണ്ട് ഡിവൈഡ് അല്ല, മോഡുലസ് ചെയ്യും. അപ്പോൾ മോഡുലസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, അതായത് മോഡുലസ് എന്ന് വെച്ചാൽ റിമൈൻഡറാണ് നമുക്ക് അവിടെ കിട്ടുന്നത് ആക്ച്വലി. അപ്പം 9 / 9 ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്ര? 0 ആണ്. അല്ലെങ്കിൽ മോഡുലസ് എത്ര? 0 ആണ്. സോ 0 ആണ് അതിൻ്റെ അടുത്തുന്ന ആ നമ്പർ 9 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആകുന്ന ഒരു നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രിന്റ് ചെയ്യണം. അതാണ് ഇവിടുത്തെ ലോജിക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതായത് എൻ്റെ ടെമ്പിൽ ഇപ്പോൾ ഉള്ള വാല്യൂ എത്രയാണ്? 117. അപ്പം 117 ഞാൻ എന്ത് ചെയ്യും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 10 കൊണ്ട് വെറും ഡിവൈഡ് അല്ല, ഡബിൾ ഡിവൈഡ്. അതായത് എന്തുകൊണ്ട് ഡബിൾ ഡിവൈഡ് ചെയ്യുന്നത്? ഡബിൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് ഞാനിപ്പം ചെയ്യുന്നത്, ഞാനിപ്പം ഒരു 113 ഡബിൾ ഡിവൈഡ് 10 ചെയ്യുന്നെങ്കിൽ എനിക്ക് ഡിവൈഡ് ബൈ 10 ചെയ്യുന്നെങ്കിൽ എനിക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? കിട്ടുന്ന ആൻസർ 10.3 ആയിരിക്കും അല്ലേ? പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ഡിവൈഡാ ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ 10.3 ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഫ്ലോട്ടിംഗ് പാർട്ടിനെ എന്ത് ചെയ്യും? കളയും, ഒമിറ്റ് ചെയ്ത് കളയും. എന്നിട്ട് ഇൻറ്റിജർ പാർട്ടിനെ മാത്രമേ നമ്മുടെ ലൈക്ക് നമുക്ക് തരും ഡബിൾ ഡിവിഷൻ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡബിൾ ഡിവിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ഡിവിഷൻ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 117 ഡബിൾ ഡിവൈഡ് 10 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 11 ആയിരിക്കും. അത് 11.7 ആയിരിക്കും. 7നെ ഫ്ലോട്ടിംഗ് പാർട്ടിനെ കളയും, അപ്പോൾ 11 കിട്ടും. ഇനി എന്ത് ചെയ്യും? നമ്മൾ 11 ഗ്രേറ്റർ ദാൻ 0 ആണോ ചെക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നു? 11 ഗ്രേറ്റർ ദാൻ 0 ആണോ? ഓക്കെ, സോ 11 ഗ്രേറ്റർ ദാൻ 0 ആണോ? യെസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ അടുത്ത മോഡുലസ് എടുക്കുന്നു. അതായത് 11 മോഡുലസ് എന്തെടുക്കുന്നു? 10 എടുക്കുന്നു. അപ്പോൾ എത്ര കിട്ടും എനിക്ക്? 1 കിട്ടും. അപ്പം എൻ്റെ ന്യൂവിലുള്ള വാല്യൂ എത്ര? 1 ആണ്. ഓക്കെ, അപ്പോൾ 1 ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ ഉള്ള എൻ്റെ സമ്മിലെ വാല്യൂ എത്ര? 0 + 7 ആയിരുന്നു മുന്നേ ഉണ്ട്, അതായത് 7. അപ്പോൾ 7 പ്ലസ് എന്ത് ചെയ്യണം? ഈ ന്യൂവിൽ ഇപ്പോൾ ഉള്ള വാല്യൂ എത്ര? 1 ആഡ്. അപ്പോൾ സമ്മിൽ ഇപ്പോൾ ഉള്ള വാല്യൂ എത്ര? 8 ആണ്. ഇപ്പം എൻ്റെ ടെമ്പിലുള്ള വാല്യൂ എത്ര? 11 അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 11 ഞാൻ എന്ത് ചെയ്യുന്നു? 11 ഡബിൾ ഡിവൈഡ് ബൈ
10 ചെയ്യുന്നു. അപ്പോൾ 11 ഡബിൾ ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടുക? 1 ആയിരിക്കും കിട്ടുക അല്ലേ? അപ്പം 1. അപ്പോൾ എന്ത് ചെയ്യും? ഈ 1 ഇവിടെ ടെമ്പിലേക്ക് എടുക്കും. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ 0 ആണോ? കണ്ടീഷൻ സാറ്റിസ്ഫൈ. അപ്പോൾ എന്ത് ചെയ്യും? വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് വരും. വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള കണ്ടീഷൻ എന്നാ? 1 മോഡുലസ് എന്താ? 1 മോഡുലസ് 10 ആണ്. 1 മോഡുലസ് 10 എത്ര വരിക? 1 അല്ലേ വരിക? അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ന്യൂവിലേക്ക് 1 വന്നു. ആ 1 ഞാൻ എന്ത് ചെയ്യും? വീണ്ടും സമ്മിലൂടെ ആഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പം ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ സമ്മിലുള്ളത് എത്ര? 8 ആണ്. ഓക്കെ, 8 ഇപ്പോൾ ഉള്ള 1, 8 + 1 എത്ര? 9 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പം എൻ്റെ ടെമ്പിലുള്ള വില എത്ര? 1. അപ്പോൾ ഞാൻ വീണ്ടും 1 ഡിവൈഡ് ബൈ 10 ചെയ്യുന്നു. ഓക്കെ, 1 ഡിവൈഡ് ബൈ 10 ചെയ്യുന്നു. 1 ഡിവൈഡ് ബൈ ഡബിൾ ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എത്ര ആയിരിക്കും? ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, 0 ആണ് കിട്ടുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതാ ഇവിടെ വൈൽ ലൂപ്പിൽ വന്ന് ചെക്ക് ചെയ്യും. എന്ത് വൈൽ ലൂപ്പിൽ വന്ന് എന്ത് ചെക്ക് ചെയ്യുന്നു? 0 ഗ്രേറ്റർ ദാൻ 0 ആണോ? കണ്ടീഷൻ എന്തായി? ഫെയിലായി. അപ്പോൾ ഇനി വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറുമോ? ഇല്ല. പകരം എന്ത് ചെയ്യും? വൈൽ ലൂപ്പിൻ്റെ പുറത്ത് വരും. വൈൽ ലൂപ്പിൻ്റെ പുറത്ത് വരുമ്പോൾ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇഫ് കൊടുത്തിട്ടുണ്ട്. ഇഫിൽ ഞാൻ എന്താ ചെക്ക് ചെയ്യുന്നത്? ഇഫ് സം മോഡ് 9 ഈക്വൽ ടു 0 ആണോ? ഇപ്പം എൻ്റെ സമ്മിലുള്ള വാല്യൂ എത്രയാണ്? ഇതാ ഇവിടെ ഈ 9 ആണ് എൻ്റെ സമ്മിലുള്ള വാല്യൂ. 9 മോഡ് 9 എത്രയാണ്? ഈക്വൽ ടു 0 ആണോ? അതായത് 9 ഡിവൈഡ് ബൈ 9 എത്രയാണ്? മോഡുലസ് ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും തോന്നുന്നു. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും നമ്മുടെ മോഡുലസ് ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 9 ഡിവൈഡ് ബൈ 9 ചെയ്താൽ എത്ര കിട്ടുക? 0 ആണ്. അപ്പോൾ എന്താ? അതൊരു ആ നമ്പർ ഡിവിസിബിൾ ബൈ 9 ആണ്. ഓക്കെ, സോ എന്ത് ചെയ്യണം? ആ നമ്പറിനെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ എന്ത് ചെയ്യും? ആ നമ്പറിനെ പ്രിന്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പ്രിന്റ് നമ്മൾ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? പുറത്ത് വരും. ഓക്കെ, എന്നിട്ട് ഫോർ ലൂപ്പിൽ എന്ത് ചെയ്യും? അടുത്തത് ഇൻക്രിമെന്റ് ആവും. അപ്പോൾ അടുത്ത ഇപ്പോൾ 117 നമ്മളിപ്പോൾ എടുത്ത് അപ്പോൾ അടുത്ത നമ്പറിന് എടുക്കും. ഏത്? 118 എടുക്കും. എന്നിട്ട് ഇതേപോലെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യും. ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് വെക്കും. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ സപ്പോസ് ഇവിടെ ഞാൻ വേറെ എക്സാമ്പിൾ എടുക്കുന്നില്ല. ജസ്റ്റ് സപ്പോസ് ഇവിടെ വന്ന നമ്പർ നമുക്ക് സമ്മ് കിട്ടിയത് ഞാൻ എടുത്ത നമ്പർ ഒരു പക്ഷേ 170 നമ്മൾ 118 എടുത്ത് വിചാരിച്ചു. 118 ചെയ്യുമ്പോൾ സമ്മിൽ എത്ര വരും? 118ൻ്റെ സം ഈക്വൽ ടു ഈ പൈത്തണിൽ കമൻറ്റ് ചെയ്യാൻ ആഷ് ആണോ? ഓക്കെ, യൂസ് ചെയ്യാണ്ട് ആഷ് യൂസ് ചെയ്യാം. ഓക്കെ, 118 ഞാൻ എടുത്തെങ്കിൽ സമ്മിൽ എത്ര വരിക? 1 തിരിച്ചല്ലേ നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ 8 + 1 9 + 1 10 ആവില്ല. ഓക്കെ, അപ്പോൾ 10 ഇവിടെ ചെക്ക് ചെയ്യും. സം മോഡ് 9 അതായത് 10 മോഡ് 9 ഈക്വൽ ടു 0 ആയിരിക്കും. അല്ല, 1 ആയിരിക്കും. 1 ഈക്വൽ ടു 0. കണ്ടീഷൻ എന്താ? ഫെയിൽ ആവും. അപ്പം പ്രിന്റ് ചെയ്യോ? ഇല്ല. പകരം എന്ത് ചെയ്യും? വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യും. 119 എടുക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്യും. എപ്പോഴാണോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് ആ നമ്പറിനെ മാത്രം ഇവിടെ പ്രിന്റ് ചെയ്യും. വേണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ടാണ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, അതായത് നോക്കിയാൽ മതി. അതായത് 108 കഴിഞ്ഞാൽ പിന്നെ പ്രിന്റ് ചെയ്ത് വരുന്ന ഇപ്പോൾ 108 അതിൻ്റെ കൂടെ 9 വെച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര? 117 126 135 144 അങ്ങനെ നമ്മുടെ അതായത് ലാസ്റ്റ് 1000 മുന്നേ ഉള്ള ഏതാ വരിക? 99. ഇപ്പം 999 ഇതിൻ്റെ സം എത്ര വരിക? 9 + 9 + 9 എത്ര? 27. 27ൻ്റെ സം എത്ര? 2 + 7 9. 9 എന്ത്? ഡിവിസിബിൾ 9 ആ. അത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടോ 1000 മുന്നേ? ഇല്ല. അതാണ് ലാസ്റ്റ് നമ്പർ. അതുകൊണ്ടാണ് ഇവിടെ 999 പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.